അടച്ചപ്പോ പിള്ളേരെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞെന്ന് കരുതിയതാ. അപ്പോഴാ പണ്ട് പഠിച്ചവന്മാരുടെ എഴുന്നള്ളത്ത. ഈ ഗിറ്റാറിന്റെ സ്ട്രിങ് സുകുമാരന്റെ കഴുത്തി കണ്ടത്. ഇതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇക്കൂട്ടത്തിൽ സുകുമാരന് ശത്രുക്കളാരും കൊണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്തെ സുഖവും താരയായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സാറിന് അറിയായിരുന്നല്ലോ. സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ അവന്റെ മുറിയിൽ പോയിരുന്നത്. ഇതിന്റെ കുരുക്കഴിക്കേണ്ടത് ഇവിടെ നിന്നല്ല, നിങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്. നീ DSUന്റെ കാൻഡിഡേറ്റ് ആയാൽ പിന്നെ ആണാന്ന് പറഞ്ഞ് എനിക്ക് മീശം വെച്ച് നടക്കാൻ പറ്റില്ല. അവളുടെ വരവിന് പിന്നിൽ എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു സർ. ആർക്കായിരിക്കും ഇത്രയും വർഷം നീണ്ട പക അവനോട് ഉണ്ടായിരിക്കുക? അതൊരു സ്ത്രീ ആയിരുന്നു, എനിക്ക് ഉറപ്പാണ്.